തമിഴ്നാട്ടിൽ സമ്പൂർണ്ണ ഗോവധ നിരോധനം ഏർപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച് വിജയ് സർക്കാർ. ഹൈക്കോടതി ഉത്തരവ് നിലവിലുള്ള നിയമങ്ങളുടെ പരിധി മറികടന്നുള്ളതാണെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പരാമർശം. ഹൈക്കോടതിയുടെ സമ്പൂർണ്ണ നിരോധന ഉത്തരവ് നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്നാണ് ജോസഫ് വിജയ് സർക്കാരിന്റെ വാദം. വിവരങ്ങളുമായി നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദൻ, ഈ ഒരു ഹർജിയിൽ TVK സർക്കാർ പ്രധാനമായും എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത്? എന്തൊക്കെ ആരോപണങ്ങളാണ് ഹൈക്കോടതിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? സുരേഷ്, തമിഴ്നാട്ടിൽ മദ്രാസ് ഹൈക്കോടതി പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ഗോവധ നിരോധനത്തിനെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതായത് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ കടുത്ത നിർദ്ദേശം അത് യഥാർത്ഥ പരിധിക്ക് പുറത്തുള്ളതാണെന്നാണ് ഈ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ വ്യക്തമാക്കുന്നത്. 1958 തമിഴ്നാട്ടിലെ ഗോ സംരക്ഷണ നിയമം സെക്ഷൻ 4 അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗോവധത്തിന് അനുമതിയുണ്ട്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളതും അതേപോലെ തന്നെ ജോലി ചെയ്യാനോ പ്രജനനത്തിന് ശേഷിയില്ലാത്തതുമായ പശുക്കളെ കൃത്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടുകൂടി അറക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ നിയമപരമായ ഇളവുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ TVK സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഹർജിയിലെ ഈ പ്രധാന വാദങ്ങൾ. കോടതിയുടെ ഈ കടന്നുകയറ്റം നിയമപരമായ ചട്ടക്കൂടുകളെ മറികടന്നുകൊണ്ടാണ് എന്നുള്ളതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഹൈക്കോടതി ഉത്തരവ് തമിഴ്നാട്ടിലെ നിലവിലെ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് റദ്ദാക്കാൻ സുപ്രീം കോടതി തുനിയണമെന്നുള്ളതാണ് പ്രധാനമായും തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഹർജിയിലെ പ്രസക്ത ഭാഗം. ശരി, ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയ